ഒരു ബോൾ ഉപയോഗിച്ച് നമ്മുടെ ഐ ഹാൻഡ് കോർഡിനേഷൻ വർദ്ധിപ്പിക്കുവാനുള്ള കുറച്ച് ഡ്രിൽസാണ് നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. അതിലാദ്യമായി ഭിത്തിയിൽ നിന്നും 1-2 മീറ്റർ അകലെയായി നിൽക്കുക. നിന്നതിനു ശേഷം ബോൾ ഭിത്തിയിലേക്ക് ത്രോ ചെയ്യുക. ത്രോ ചെയ്യുമ്പോൾ അണ്ടർ ആം ത്രോ യൂസ് ചെയ്യുക. ഏത് കൈകൊണ്ടാണോ ബോൾ ത്രോ ചെയ്തത് അതിൻ്റെ ഓപ്പോസിറ്റ് കൈകൊണ്ട് ബോൾ റിസീവ് ചെയ്യുക. ഇങ്ങനെ വീഡിയോയിൽ കാണുന്നത് പോലെ റിസീവ് ചെയ്ത കൈകൊണ്ട് വീണ്ടും അണ്ടർ ആം ത്രോ ചെയ്യുക. ഓപ്പോസിറ്റ് കൈകൊണ്ട് ബോൾ റിസീവ് ചെയ്യുക. ഇത് തുടരുക. ഈ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ 1 മിനിറ്റിൽ ബോൾ എത്ര തവണ ക്യാച്ച് ചെയ്യാനായി സാധിച്ചു എന്ന് നോക്കുന്നതിനോടൊപ്പം തന്നെ സമയക്രമം പാലിച്ചുകൊണ്ട് വീണ്ടും ഇംപ്രൂവ് ചെയ്യുവാനായി ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ഐ ഹാൻഡ് കോർഡിനേഷൻ വർദ്ധിപ്പിക്കുവാനായി സഹായിക്കും. അതുപോലെ തന്നെ ഐ ഹാൻഡ് കോർഡിനേഷൻ വർദ്ധിപ്പിക്കുവാനായി സഹായിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് വീഡിയോയിൽ കാണുന്ന ബോൾ ക്യാച്ചിങ്. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൈ ഫ്രണ്ടിലേക്ക് റീച്ച് ചെയ്തുകൊണ്ട് ബോൾ റിലീസ് ചെയ്യുക. അതേസമയം തന്നെ ഓപ്പോസിറ്റ് കൈ ഉപയോഗിച്ച് വേഗത്തിൽ ബോൾ ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു ആക്ടിവിറ്റിയാണ് ഹാൻഡ് ഫ്ലിപ്പ്. ഇതിൽ ബോൾ ഹോൾഡ് ചെയ്യേണ്ടത് പാം താഴേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലാണ്. ഈ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ മുകളിലേക്ക് ത്രോ ചെയ്യുകയും കൈപ്പത്തിയുടെ മുകൾ ഭാഗം കൊണ്ട് ബോൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുകയും ചെയ്യുക. വീണ്ടും പഴയ പോലെ തന്നെ ബോൾ ക്യാച്ച് ചെയ്യുക. ഇത് 2 കൈകൾ കൊണ്ടും ചെയ്യുവാനായി ശ്രമിക്കുക. അതുപോലെ തന്നെയുള്ള മറ്റൊരു ആക്ടിവിറ്റിയാണ് ഹാൻഡ് അറൗണ്ട് ദ ബോൾ. ഇതിൽ ബോൾ പ്ലേസ് ചെയ്യേണ്ടത് കൈപ്പത്തിയുടെ മുകൾ ഭാഗത്തായാണ്. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ബോൾ മുകളിലേക്ക് ഉയർത്തിയിട്ട് അതിനോടൊപ്പം തന്നെ കൈകൾ ബോളിൻ്റെ മുകൾ വശത്തു കൂടി കറക്കിയെടുത്ത് കൈപ്പത്തിയുടെ മുകൾ വശം ഉപയോഗിച്ച് വീണ്ടും ബോൾ ഹോൾഡ് ചെയ്യുക. ഇത് തുടരുക. 2 കൈകൾ കൊണ്ടും ഇത് ചെയ്യാവുന്നതാണ്. ഒരു ബോൾ ഉപയോഗിച്ച് വളരെ ഈസിയായി എല്ലാവർക്കും വീടുകളിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് ഡ്രിൽസാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെട്ടത്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഇത് ചെയ്യാനായി ശ്രമിക്കുക.